الله التامة من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സമയം ഒരുപാടായിട്ടുണ്ട്. സുദീർഘമായ പ്രസംഗമൊന്നും നടത്തുന്നില്ല, ദുആ ചെയ്യാൻ പോവാണ്. എന്നാലും ബദർ മൗലിദ് ചൊല്ലിയിരിക്കുമ്പോൾ ബദർ ചരിത്രം ചെറിയ രൂപത്തിൽ ഒന്ന് പറയൽ പുണ്യവും അത് നമ്മുടെ ഈമാനിക വർധനവിനുള്ള ചോദനവും നമ്മുടെ വിശ്വാസം ദൃഢനിശ്ചയമാകാൻ സബബുമാകും. അല്ലാഹു ബദരീങ്ങളുടെ മദദും മഅയ്യത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ അറിയാം, ബദർ യുദ്ധം നടക്കുന്നത് ഹിജ്റ 2-ാം വർഷമാണ്. അതിൻ്റെ മുമ്പ് ഏകദേശം 13 വർഷം മുസ്ലിങ്ങൾ ശക്തമായ പീഡനം അനുഭവിക്കുന്നു. എത്രത്തോളം? ബീവി സുമയ്യ റളിയല്ലാഹു അൻഹായുടെ വയറ്റത്ത് കൂടി കുത്തി ആ ആയുധം പിന്നെ കൂടി വലിച്ചെടുക്കുന്നു. ആലു യാസറിന്റെ കുടുംബത്തെ മുഴുവൻ തീക്കലിൽ നിറച്ച ഇരുമ്പിന്റെ പെട്ടിയിലിട്ട് ചൂടാക്കണം. ഇതൊക്കെ കിതാബുകളിൽ കൃത്യമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല കൊണ്ടുവന്നിടുക. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിക്കപ്പെട്ടിട്ട് മുഖവും മൂക്കും തിരിച്ചറിഞ്ഞിരുന്നില്ല. അടി കിട്ടിയിട്ട് മുഖവും മൂക്കും തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്ത് തല്ലായിരിക്കും തല്ലിയത്. ഇതൊക്കെ അനുഭവിക്കുമ്പോ റസൂലുള്ളാഹിന്റെ അടുക്കൽ സഹാബാക്കൾ വന്ന് ചോദിക്കും, നമ്മളിങ്ങനെ മുണ്ടാതിരിക്കുക റസൂലേ, ഞങ്ങൾ അഭിമാനമുള്ള വാപ്പാന്റെ മക്കളായി ഇന്നിപ്പോ ഞങ്ങൾ ഒന്നും അല്ലാതായിക്കളെ, മുത്തുനബി ഞങ്ങൾ യുദ്ധം ചെയ്യല്ലേ? റസൂലുള്ളാഹി പറയും, അടങ്ങി നിൽക്കി, അള്ളാഹിന്റെ ഉത്തരവ് വരണ്ടേ. അള്ളാഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്നറിയോ? 70 തവണ. ഞങ്ങളൊന്ന് പ്രതികരിക്കട്ടെ. ക്ഷമിക്കാൻ അല്ലാഹു പറഞ്ഞു. ക്ഷമിച്ചു. 13 വർഷം ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് തീക്കനലുകൾക്കിടയിൽ ജീവിക്കാൻ സാധിക്കാൻ ഇരിഞ്ഞിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് പോകുന്നത്. ആ ഇടയിൽ ഉദ്നലില്ലദീന യുഖാതലൂൻ, ഇനി നിങ്ങൾക്ക് യുദ്ധവും ചെയ്യാം എന്ന അനുവാദം കിട്ടി. ഇപ്പോ മുത്തുനബിയും സഹാബാക്കളുള്ളത് മദീനയിൽ, മുശ്രിക്കുകളുള്ളത് മക്കയിലുമാണ്. അങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നത്. അബൂ സുഫിയാനും യാത്രാ സംഘവും കച്ചവട സംഘവും 1000 ഒട്ടകം നിറയെ മുതലുമായിട്ട് വലിയ സമ്പത്തുമായിട്ട് ഷാമിൽ നിന്ന് വരുന്ന വിവരം മുത്തുനബി മനസ്സിലാക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ഹബീബുള്ളത്? മദീനയിലാണ്. ഷാമിൽ നിന്ന് മക്കയിലേക്ക് മദീന വഴി കടന്നു പോവുകയും വേണം. റസൂലുള്ളാഹി മനസ്സിലാക്കി, അബൂ സുഫിയാന്റെ വലിയ കച്ചവട സംഘം ഇത് മുഖേന വരും. ആട് കുറവാണെങ്കിലും ഒരുപാട് മുതല് ആ സമയത്ത് അബൂ സുഫിയാന്റെ എടുക്കലുണ്ടായി. റസൂലുള്ളാഹി തിരിച്ചറിഞ്ഞു, ഇത് ഇവിടെ വെച്ച് തടയണം. കാരണം ഇതും കൂടെ അവർ മക്കയിലേക്ക് കൊണ്ടുപോയാൽ അതും ഉപയോഗിച്ച് നമ്മൾ ആക്രമിക്കും. അവരെ പ്രതിരോധത്തിലാക്കണം. മാത്രവുമല്ല, ഈ കൂട്ടരുടെ മുശ്രിക്കീങ്ങളുടെ മിക്ക മുതലും അത് മുഹമ്മദ് മുസ്തഫാന്റെ മുതലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മുതലാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന് കൊടുത്തത്. ഇവന്മാരതൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിനേറെ, മദീനയിലേക്ക് പോകുന്ന ദിനം സയ്യിദുനാ സുഹൈബ് റളിയല്ലാഹു അൻഹു അവരെ മുശ്രിക്കീങ്ങൾ പിടിച്ചു കാണും. എന്നിട്ട് പറഞ്ഞു, ഒരു മുതൽ കൊണ്ടുപോകാൻ പറ്റൂല. സുഹൈബേ, നീ വേണമെങ്കിൽ പൊക്കോ, മുതലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സുഹൈബ് പറഞ്ഞു, എല്ലാം നിങ്ങൾ എടുത്തോളി. എന്നെയൊന്ന് വിട്ടേക്ക്, എന്നെ നിങ്ങളൊന്ന് വിട്ടേക്കൂ, മുതലൊക്കെ നിങ്ങൾ എടുത്തോളൂ. സുഹൈബ് എന്ന് പറഞ്ഞാൽ
അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ഭൂമിക്കടിയിലാണ് ഇത് കുഴിച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. എല്ലാം മുശ്രിക്കീങ്ങൾക്ക് എടുത്തു കൊടുത്തു. അപ്പൊ ഇതെല്ലാം ആരുടെ കയ്യിലാണ്? മുശ്രിക്കീങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തെ, കച്ചവട സംഘത്തെ പ്രതിരോധത്തിലാക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുന്നത്. മാത്രമല്ല, ഈ സമ്പത്തെങ്ങാൽ അബൂജഹലിന്റെ കൂട്ടർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും അവര് വരും. അതുകൊണ്ട് 13 വർഷത്തെ ക്ഷമയ്ക്ക് ശേഷമാണ് ഒരു പ്രതിരോധത്തിന് ഒരുങ്ങുന്നത്. പക്ഷേ അബൂ സുഫിയാൻ തന്ത്രജ്ഞനാണ്. അബൂ സുഫിയാൻ ഈ വിവരം കിട്ടിയ ഉടനെ മക്കയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ദൂതന്റെ പേര് അയാൾ പറഞ്ഞയച്ചു. നമ്മൾ ആകെ പ്രയാസത്തിലാണ്, മക്കയിൽ നിന്ന് പട ഇങ്ങോട്ട് വരണം. ഉടനെ ലംലം അവിടെ പോയി വിവരം അറിയിച്ചു. വിവരം അറിയിച്ചപ്പോഴേക്ക് അബൂജഹലിന് ആവേശമായി, മുഹമ്മദിന്റെ ഖൗമിനെ പ്രതിരോധിക്കാനോ ഒരുങ്ങിക്കോളി, എല്ലാവരും തയ്യാറാവാൻ പറഞ്ഞു. അബൂജഹൽ വലിയ സൈന്യത്തൊരുക്കി. അപ്പോഴേക്ക് അബൂ സുഫിയാൻ ആണെങ്കിലോ റൂട്ട് മാറ്റി വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ഭാഗത്തു കൂടെ അല്ലാതെ വേറൊരു ഭാഗത്തു കൂടെ പോകാൻ തീരുമാനിച്ചു. ഇനി പാര് വരേണ്ട ആവശ്യമില്ല, അബൂജഹൽ വരേണ്ട ആവശ്യമില്ല. അബൂജഹൽ വിവരം കിട്ടിയപ്പോഴും അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ റൂട്ട് മാറ്റി വിട്ടാലും ഞങ്ങൾ മടങ്ങൂല, ഞങ്ങൾ ബദ്റിലേക്ക് പോകും. മദീനക്കും മക്കത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ബദ്ർ. അവിടെ വെച്ചാണ് യുദ്ധം. അവിടേക്ക് ഞങ്ങൾ പോവുക തന്നെ ചെയ്യും. എന്നിട്ടോ 3 ദിവസം അവിടെ നിൽക്കും. കള്ളു കുടിച്ച് ഞങ്ങൾ തമർപ്പാടുന്നതാണ്. ഇനി മുഹമ്മദും കൂട്ടരുങ്ങളെ തടഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങളിതാ ബദറിലേക്ക് മുഹമ്മദിന്റെ പടയെ തകർക്കാൻ പോകുന്നു. അവരെ കൊന്ന് കൊല വിളിച്ച് പാട്ടുപാടി ഞങ്ങൾ ആസ്വദിക്കും. ഒരാവശ്യമില്ല ഇപ്പൊ വരണ്ട. എന്നാലും അബൂജഹലിന്റെ ഒരു ഒങ്ക് അവൻ പുറപ്പെട്ടു. അവരും സൈന്യവും പുറപ്പെട്ടപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല. ഈ കച്ചവട സംഘത്തെ തടഞ്ഞിട്ട് ആ മുതല് നമുക്ക് വേണം, ആ മുതൽ ഇങ്ങോട്ടാക്കണം, ഇത്ര ഉദ്ദേശമുള്ളൂ. പക്ഷേ അബൂജഹലിന്റെ വൻപട വരുന്നത് അറിഞ്ഞപ്പോ മുത്തുനബി സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾ തയ്യാറാണോ? സഹാബാക്കൾ പറഞ്ഞല്ലോ, അമർത്തന അന്നഹു മൻ ബഖറ, ഹബീബേ ഞങ്ങളോട് നിങ്ങൾ ഈ കാണുന്ന കടലിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ ആ കടലിലേക്കും പ്രവേശിക്കുന്നതാണ്. അൻസാറുകളും മുഹാജിറുകളും ഉത്തരം കൊടുത്തു. റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷായി. കാരണം ഇവര് കുറച്ചു പേരേ ഉള്ളൂ. മുശ്രിക്കീങ്ങളാണെങ്കിലോ അവരുടെ പട കേട്ടോളി. മുശ്രിക്കീങ്ങൾ ഖുറൈശി പട 1000 പേര്, 600 പടയങ്കി ധരിച്ചവർ, 100 കുതിര, 700 ഒട്ടകം. ഇതിനൊക്കെ പാടെ ഒരു ദിവസത്തെ ഭക്ഷണം അബൂജഹൽ, മറ്റൊരു ദിവസത്തെ ഭക്ഷണം ഉത്ബ, മറ്റൊരു ദിവസത്തെ ഭക്ഷണം ശൈബയും ഏറ്റെടുത്തു. ഞങ്ങൾ തരങ്ങൾ പോയിക്കോളി. വൻപട. ഇവിടെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ളത് ആകെ 300 ചില്ലാൻ ആളുകൾ. വെറും 5 കുതിര, 5 കുതിര, 70 ഒട്ടകം, വെറും വാള് മാത്രം. എന്നിട്ടേ ബദർ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് 153 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടേക്ക് ഒരു ഒട്ടകത്തുമ്മേ 3 ആള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹും മർസദ് ഇബ്നു അബീ മർസദ്, ഇങ്ങനെ 3 പേർക്കും കൂടെ ഒട്ടകം. കുറെ ഇങ്ങനെ നടന്നപ്പോ ആദ്യം കുറച്ചേരം അലി ഇരിക്കും. അപ്പൊ റസൂൽ ഇങ്ങനെ വലിക്കും. ഇങ്ങനെ മാറി 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 ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരിക്കാണ്. ഇനി ഹബീബ് വലിക്കാനുള്ള ഊഴമായപ്പോ അലിയാര് പറഞ്ഞു, മുത്തുനബി ഞങ്ങൾ അവിടെ ഇരുന്നോളി, ഞങ്ങൾ മാറി മാറി വലിച്ചോളാം. റസൂലുള്ള പറഞ്ഞു, അതിന് നിങ്ങൾക്ക് എന്നേക്കാൾ ശക്തിയൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടണ കൂലി എനിക്കും കിട്ടണമെന്ന് പറഞ്ഞിട്ട് ആ കുതിരയെ, ആ ഒട്ടകത്തെ വലിക്കുകയാണ് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചുരുക്കി പറയണം, പെട്ടെന്ന് തീർക്കണം.
അങ്ങനെ അവിടെ എത്തി യുദ്ധത്തിന്റെ തലേന്ന് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഹാദാ മസ്റഉ അബീ ജഹൽ, ഇവിടെ കേട്ടോ അബൂ ജഹൽ വീയ, ഹാദാ മസ്റഉ ഉത്ബ, ഇവരെ ഉത്ബയും, ഹാദാ മസ്റഉ ശൈബ, ഇവരെ ശൈബയും വീഴുമെന്ന് തലേ ദിവസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. സഹാബകൾ പറയാണ്, യുദ്ധം കഴിഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞ സ്പോട്ടിൽ നിന്ന് ഒരൽപ്പം പോലും മാറിയിട്ടില്ല, അവിടെ തന്നെ കിടക്കുന്നത് കണ്ടു. അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ യുദ്ധം ആരംഭിക്കാനിരിക്കുമ്പോ മുത്തുനബി ടെന്റിലാണ്. മുത്തുനബി ടെന്റിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അസാബ, അടച്ചോനെ സംഗമങ്ങാലും നശിച്ചാൽ നീ പിന്നെ ദുനിയാവിൽ ആരാധിക്കപ്പെടൂല. ദുആയിരുന്നിട്ട് റസൂലുള്ളാഹിന്റെ കരങ്ങൾ ഉയർന്നിട്ട് തട്ട് ഈ ഷാല് തോളിൽ നിന്ന് വീടുപോയി. പ്രാർത്ഥന കണ്ടിട്ട് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അല്ല ഇങ്ങനൊക്കെ ദ്വാരക്കണോ? ഹസ്ബുക യാ റസൂലല്ലാഹ്, മതി മതി, അത്രക്കും വലിയ ദുആയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തെനാങ്കലത്തിൽ യുദ്ധം തുടങ്ങി നിൽക്കുക. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഉത്ബ വന്നു, ശൈബ വന്നു, വലീദ് വന്നു. ഇവര് മൂന്നുമാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. ഇവർക്കെതിരെ അൻസാറുകളുടെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടോ, നിങ്ങളെ അൻസാറുകളല്ലേ ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളെ തറവാടിലുള്ള കുറെ കൊലകൊമ്പന്മാരുടെ കൂട്ടത്തിലുണ്ടല്ലോ തമ്പ്രാക്കന്മാർ, അവരിങ്ങോട്ട് വരട്ടെ. ഇവര് വിളിച്ചപ്പോ യഥാ കടന്നു വരുന്നു അലി ഇബ്നു അബീ താലിബ്, ഹംസത്തുൽ ഖറാർ, ഉബൈദ റളിയല്ലാഹു അൻഹും, മൂന്ന് പേരും വന്നു. അലി റളിയല്ലാഹു അൻഹു നേരെ വലീദിനെ എതിർത്തു. നിമിഷം കൊണ്ട് വലീദിനെ എടുത്തിട്ടു. ഹംസ റളിയല്ലാഹു അൻഹു ശൈബയെയും അരനേരം കൊണ്ട് നിലംപരിശാക്കി. ഉബൈദ റളിയല്ലാഹു അൻഹു ഉത്ബയും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ നീണ്ടു നിൽക്കുക. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയമെടുത്തു. ഉടനെ തന്നെ ഹംസയും അലിയും റളിയല്ലാഹു അൻഹുമ വന്നിട്ട് ഉത്ബയെ വകവരുത്തിക്കൊണ്ട് ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ രക്ഷപ്പെടുത്തിയെങ്കിലും വെട്ടേറ്റത് കൊണ്ട് തൊട്ടടുത്ത സമയത്ത് ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായി. അങ്ങനെ പിന്നെ ആ ദ്വന്ദ്വയുദ്ധം മാറി ഘോരമായ യുദ്ധം. മുസ്ലിങ്ങൾ വെറും 313, ശത്രുക്കളാണെങ്കിലോ 1000-ഓളം വലിയ സർവായുധ വിഭൂഷിതരായിക്കൊണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ ഉറപ്പുണ്ട്, കുറച്ചുള്ളെങ്കിലും അള്ളാഹ് ഞങ്ങളെ സഹായിക്കുന്ന ഉറപ്പാണ്. അവിടെയാണ് അള്ളാഹ് ആരിറക്കി കൊടുത്തത്? 1000കണക്കിന് മാലാഖരെ. ശത്രുക്കൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും തലങ്ങനെ വീണ് കാണുന്നുണ്ട്, ആരാ വെട്ടണെന്ന് അറിയണില്ല. എവിടൊക്കെ വെട്ട് വരുന്നുണ്ട്, വെട്ടണ ആളെ കാണുന്നില്ല. ആരാണത്? അല്ലാഹു അവന്റെ മാലാഖരെ ഇറക്കി കൊടുത്തു. ആ മലായികത്തീങ്ങൾ ബദറിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ ആകാശത്ത് പ്രത്യേകമായ ഒരു സ്ഥലം അല്ലാഹു അവർക്ക് സംവിധാനിച്ചു. അവരെ പണിയാതെ എന്തുമാത്രം ബദറിലിറങ്ങുക, ശത്രുക്കളെ വെട്ടുക. കൂടെ ഇബ്ലീസ് ഉണ്ടായിരുന്നു മോട്ടിവേഷൻ ചെയ്യാൻ. ഇബ്ലീസ് മാലാഖരൊക്കെ കണ്ടപ്പോ തടിയെടുത്തിരുന്നു. ഇബ്ലീസാണ് തരിപ്പ് കെട്ടിയത്, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ ജയിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. മാലാഖരെ കണ്ടപ്പോ ഇബ്ലീസും പോയി. ബദരീങ്ങളോട് കൂടെ മഹാരഥന്മാരായ മാലാഖർ റളിയല്ലാഹു അൻഹും. ആ മാലാഖരാണ് മലായികത്തീങ്ങളിൽ, കോടാനക്കോടി മലായികത്തീങ്ങളിൽ ഏറ്റവും ഉന്നതർ. ആ ബദറിൽ ഇറങ്ങിയ മലായികത്തീങ്ങൾ. നിങ്ങൾ ആലോചിച്ചു, ആകവര് ചെയ്ത പണി ആ സമയത്ത് ഇറങ്ങി ശത്രുക്കൾ വെട്ടിപ്പോയി, വേറൊരു പണിയില്ല. അവരാണ് മാലാഖരിൽ ഏറ്റവും സ്ഥാനമുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ പിന്നെ ആ യുദ്ധം തുടർന്നു. ശത്രുക്കൾ പേടിച്ചോടി. 14 മുസ്ലിങ്ങൾ ഷഹീദായി. 70ഓളം ശത്രുക്കൾ
ചത്തുപോവുകയും ചെയ്തു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ മുസ്ലിങ്ങൾ വിജയിച്ചതാണ് ബദറിന്റെ ഒരു രത്ന ചുരുക്കം. ഇനി നമുക്ക് കഥാപ്രസംഗമായിട്ടും വാദങ്ങളായിട്ടും ഒക്കെ യൂട്യൂബിലുണ്ട്, നമ്മളിപ്പോ ദീർഘിപ്പിക്കുകയല്ല. അവിടെ ഹക്ക് ജയിച്ചു, ബാത്തിൽ തോറ്റുപോയി. അള്ളാഹു നമുക്ക് നല്ലോണം പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദർ പെട്ടെന്ന് പോയി നടത്തിയൊരു യുദ്ധമല്ല. പിന്നെയോ 13 വർഷം മുസ്ലിങ്ങൾ സഹിച്ച് 70 തവണ പടച്ചോനോട് സമ്മതം ചോദിച്ചിട്ട് അള്ളാഹു സമ്മതം കൊടുത്ത യുദ്ധമാണ്, അല്ലാതെ ഒരു തീവ്രവാദമല്ല. പിന്നെ പഠിക്കേണ്ട പാഠം നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും നമ്മുടെ രാഷ്ട്രീയത്തിലായാലും സാമ്പത്തിക മേഖലയിലായാലും ബാത്തിൽ ആദ്യം ഇങ്ങനെ ജയിക്കുന്നൊക്കെ തോന്നും, പക്ഷേ അവസാനം ഹക്ക് തന്നെ ജയിക്കും. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാതെ തൗഫീഖ് നൽകട്ടെ. മഹത്തുക്കളായ ബദരീങ്ങളിൽ ഒന്നാമൻ ആരാണ്? ക്യാപ്റ്റൻ. അത് മുഹമ്മദ് മുസ്തഫ. മനുഷ്യരായ ബദരീങ്ങളുടെ ക്യാപ്റ്റൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലാഖരായ ബദരീങ്ങളുടെ ക്യാപ്റ്റൻ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. അപ്പൊ ബദരീങ്ങൾ പറയുമ്പോ ആരാണ് ചിന്തിക്കണ്ട, ഒന്നാമൻ മുത്തനബിയ, കൂടുള്ളത് ഖുലഫാഉർ റാഷിദൂൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഈ മഹത്തുക്കളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അവരൊക്കെ ചേർത്ത് പിടിച്ച് ഈമാനോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ.